Hello friends, welcome to Aja Classes. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വളരെ ആത്മാർത്ഥമായി നിങ്ങളെ അതിനെ പരിശീലിപ്പിക്കാൻ, നിങ്ങളെ സഹായിക്കാൻ, നിങ്ങൾക്കൊരു റാങ്ക് നേടിയെടുക്കാൻ ഇതാ ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട്. കൂട്ടുകാരെ, അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇന്ന് മൊഡ്യൂൾ 2 അതിൽ മാനേജ്മെന്റ് പഠിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ കൂടെ ഏറ്റവും ആഴത്തിൽ, ഏറ്റവും ആത്മാർത്ഥതയോടെ, ഏറ്റവും വേഗത്തിൽ പഠിക്കാനായിട്ട് പരിശ്രമിക്കുക. മാനേജ്മെന്റ് കൂടാതെ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ എന്താണ് മാനേജ്മെന്റ്? ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് മാനേജ്മെന്റ്. മറ്റുള്ള വ്യക്തികളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്തെടുപ്പിക്കുന്ന, കാര്യങ്ങൾ ചെയ്ത് തീർപ്പിക്കുന്ന, കാര്യങ്ങൾ വളരെ നന്നായി പൂർത്തീകരിക്കുന്ന ആ ഒരു കഴിവിനെ വിളിക്കുന്ന പേരാണെന്ത്? മാനേജ്മെന്റ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും, ഇത് പഠിക്കാൻ പറ്റും, ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കൂട്ടുകാരെ, ഈ ആധുനിക മാനേജ്മെന്റിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് പീറ്റർ എഫ് ഡ്രക്കർ. അപ്പോൾ ആരാണ് പീറ്റർ എഫ് ഡ്രക്കർ? ഇദ്ദേഹമാണ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്. 2007 ഇദ്ദേഹം മരണപ്പെട്ടു. ഇദ്ദേഹത്തെയാണ് നമ്മൾ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. വളരെ വ്യക്തമായി മനസ്സിലാക്കുക. മാനേജ്മെന്റ് ഈസ് എ ഫങ്ഷൻ, ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ, ഇറ്റ് ഈസ് എ ടാസ്ക് ടു ബി ഡൺ. And the managers practice this discipline, carry out these functions and discharge this task എന്ന് പറഞ്ഞ മനുഷ്യനാണ് ആര്? പീറ്റർ എഫ് ഡ്രക്കർ. കൂട്ടുകാരെ, ഇതൊരു പെർഫോം ചെയ്യേണ്ട ഒരു ഫങ്ഷൻ ആണ്. ഇറ്റ് ക്യാൻ ബി ടോട്ട് ആസ് എ ഡിസിപ്ലിൻ ആൻഡ് ഇറ്റ് ഈസ് എ ടാസ്ക് ടു ബി അക്കംപ്ലിഷ്ഡ്. ഇത് പൂർത്തീകരിക്കേണ്ട ഒരു ജോലിയാണ്. ഇനി മാനേജേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? അവർ ഈ ജോലി പൂർത്തീകരിക്കുന്നു, ഈ കാര്യങ്ങൾ വ്യക്തമായി നടപ്പിൽ വരുത്തുന്നു, ലക്ഷ്യങ്ങൾ നടപ്പിൽ വരുത്തുന്നു, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നു. മാനേജ്മെന്റ് ഇസ് എ ഫങ്ഷൻ, ഡിസിപ്ലിൻ ആൻഡ് എ ടാസ്ക് ടു ബി ഡൺ. And the managers practice this discipline, carry out these functions and discharge these tasks. ഇപ്രകാരം പറഞ്ഞ മനുഷ്യന്റെ പേരാണ് പീറ്റർ എഫ് ഡ്രക്കർ. കൂട്ടുകാരെ, പീറ്റർ എഫ് ഡ്രക്കറിനെ വിളിക്കുന്നത് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്നാണ്. ഇനി മാനേജ്മെന്റിന്റെ ആവശ്യകതയെ കുറിച്ചാണ്, നീഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കൂട്ടുകാരെ, in order to satisfy one's want, he or she has to perform numerous activities. നിങ്ങൾക്കറിയാവുന്നതുപോലെ മനുഷ്യർക്ക്, എനിക്കും നിങ്ങൾക്കും, നമ്മളെല്ലാവരും സമൂഹ ജീവികളാണ്. നമുക്കെല്ലാവർക്കും തന്നെ കൃത്യമായി നിർവഹിച്ചെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ആവശ്യങ്ങൾ ഉണ്ട്. ഈ ആവശ്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച്, അല്ലെങ്കിൽ ഈ ആവശ്യങ്ങളെല്ലാം തന്നെ ഒറ്റയ്ക്ക് നിർവഹിച്ചെടുക്കാനായിട്ട് പറ്റുന്നതല്ല. ഇപ്പോൾ എനിക്ക് ഓടിക്കാനായിട്ട് ഒരു വണ്ടി വേണം, അല്ലേ? ഈ വണ്ടി എന്ന ആവശ്യം എനിക്ക് ഒറ്റയ്ക്ക് നിർവഹിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഈ വണ്ടി എനിക്ക് ഒറ്റയ്ക്ക് രൂപകൽപ്പന ചെയ്ത്, ഒറ്റയ്ക്ക് നിർമ്മിച്ച്, ഒറ്റയ്ക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റില്ല. ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. എനിക്ക് അരി വേണം കഴിക്കാനായിട്ട്. ഈ അരി എനിക്ക് മാത്രമായി കൃഷി ചെയ്ത് എനിക്ക് മാത്രമായി ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. മനുഷ്യർക്ക് വ്യത്യസ്ത ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങൾ ആളാൽ പ്രേരിതമാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഈ ആവശ്യങ്ങളെല്ലാം തന്നെ മനുഷ്യന് ഒറ്റയ്ക്ക് നിർവഹിച്ചെടുക്കാൻ പറ്റില്ല. സമൂഹ ജീവിയായ മനുഷ്യൻ ഒരുമിച്ച് ഈ ഒരേ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കേണ്ട വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് ഒരു സംഘടന രൂപീകരിച്ച്, ആ സംഘടന അല്ലെങ്കിൽ ആ പ്രസ്ഥാനം ഈ പറയുന്ന ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? പ്രയത്നിക്കുന്നു. അപ്പോൾ എനിക്ക് കാറ് വേണം. കാറ് എനിക്ക് ഒറ്റയ്ക്ക് രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ പോലെ കാർ ആവശ്യമുള്ള വ്യക്തികളുടെ ഒരു കൂട്ടായ്മ, ഒരു സ്ഥാപനം, ആ സ്ഥാപനം രൂപീകരിച്ചുകൊണ്ട് ആ സ്ഥാപനം എന്ത് ചെയ്യുന്നു? ഇത് രൂപകൽപ്പന ചെയ്ത്, ഇത് രൂപകൽപ്പന ചെയ്യുന്നു മാത്രമല്ല, ഇത് ഡിസൈൻ ചെയ്ത് ഇതെന്ത് ചെയ്യുന്നു? ഇത് പ്രവർത്തനത്തിലെത്തിക്കുന്നു. ഇത് വണ്ടിയായി പുറത്തെത്തിക്കുന്നു. ഞാനത് വാങ്ങി ഊട്ടിക്കുന്നു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. So in order to satisfy one's wants, he or she has to perform numerous activities. An individual cannot alone perform all these necessary activities. അവൻ ഒറ്റയ്ക്ക് ഇതെല്ലാം തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതല്ല. So human beings join together, അതായത് സമാന ചിന്താഗതിയുള്ള എല്ലാവരും തന്നെ ഒരുമിച്ച് വരികയും അവരൊരു പ്രസ്ഥാനം, ഓർഗനൈസേഷൻ, ഗ്രൂപ്പ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇനി every organization is a group of people seeking to attain some common objective. എന്ന് വെച്ചാൽ ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്, ഈ സംഘടനകളെല്ലാം തന്നെ അവർ സംഘടനയാകുന്നതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു
പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ദേ ഹാവ് എ കോമൺ ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ എനിക്ക് കാറ് വേണം, അവന്റെ കാറ് വേണം, ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു കമ്പനി ഉണ്ടാക്കുന്നു. ഇപ്പൊ ഞാനിപ്പോ കമ്പനി ഉണ്ടാക്കിയെന്നല്ല, കാറിന്റെ ഒരു കമ്പനി ഉണ്ടാവാനുള്ള കാരണത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ ആ സെൻസിലേ അത് എടുക്കാവൂ. അപ്പോൾ ആ കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? വിപണിക്ക് ആവശ്യമായ കാറുകൾ ഉണ്ടാക്കി വിൽപ്പനയ്ക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നത്, ഒരു സ്ഥാപനത്തിന്, ഒരു സംഘടനയ്ക്ക് നിശ്ചയമായും ഒരു ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യത്തിനെ മുൻനിർത്തിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇനി ആ സ്ഥാപനം ഉണ്ടാകാൻ കാരണം സമാന ചിന്താഗതിക്കാരായ വ്യക്തികളെല്ലാവരും കൂടി അവരുടെ ആവശ്യങ്ങൾ ഒരുമിച്ച് നിറവേറ്റുന്നതിന് വേണ്ടി ഒരുമിച്ച് വന്നതാണ് ഈ സ്ഥാപനം ഉണ്ടാകാനുള്ള കാരണം. ഇനി ഈ പറയുന്ന സ്ഥാപനത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിങ് ഉണ്ടാവും. ആ വിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാനേജ്മെന്റ്. എ സെൻട്രൽ ഏജൻസി ഈസ് റിക്വയർഡ് ടു കോർഡിനേറ്റ് ദി ആക്ടിവിറ്റീസ് ആൻഡ് എഫേർട്സ് ഓഫ് വേരിയസ് ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ടുഗെദർ ഇൻ ദി ഓർഗനൈസേഷൻ so that they can collectively work as a team. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സ്ഥാപനത്തിൽ ഈ സമൂഹജീവിയായ മനുഷ്യന് ഒറ്റയ്ക്ക് ഒരു കാര്യവും നിർവഹിച്ചെടുക്കാൻ പറ്റില്ല. അവനൊരു ഗ്രൂപ്പായി ചേർന്ന് പ്രവർത്തിക്കുന്നു, അതൊരു സ്ഥാപനമാകുന്നു. ആ സ്ഥാപനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ വ്യത്യസ്ത സ്വഭാവമുള്ള വ്യക്തികളാണ്, അവരുടെ ആവശ്യമാണ് ഇത് പെർഫോം ചെയ്യുക എന്നുള്ളത്. പക്ഷെ വ്യത്യസ്ത സ്വഭാവമുള്ള വ്യക്തികളെ ഒരേ ആവശ്യത്തിലേക്ക്, ഒരേ ലക്ഷ്യത്തിലേക്ക് അവരുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നതിന് ഒരു ടീം, ഒരു മേൽനോട്ട സമിതി ഉണ്ടായിരിക്കണം. ആ ടീമിനെ, മേൽനോട്ട സമിതിയെ നമ്മൾ വിളിക്കുന്ന പേര് മാനേജ്മെന്റ് എന്നാണ്. കൂട്ടുകാരെ, ഈ മാനേജ്മെന്റ് ഈ സ്ഥാപനത്തെ ഒരു ടീം എന്ന നിലയിൽ വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഈ സ്ലൈഡിൽ നിന്നും കണ്ട കാര്യങ്ങൾ. ക്ലിയർ ആണ്, വ്യക്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, മാനേജ്മെന്റ് enables a country to experience a substantial level of economic development by bringing together the basic resources. അടിസ്ഥാന കാര്യങ്ങൾ ഏതൊക്കെയാണ്? men, മെറ്റീരിയൽ, മെഷീൻസ്, മെത്തേഡ്സ്, മണി ആൻഡ് മാർക്കറ്റ്. കൂട്ടുകാരെ, ഇവയോരോന്നിനും ഒറ്റയ്ക്ക് ഈ പറയുന്ന രാജ്യ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കാൻ സാധിക്കില്ല. ഇവരെല്ലാവരെയും ഒരുമിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവന്ന് നിർത്തി ഒരു സാമ്പത്തിക ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി അവരെ ഒരുമിപ്പിക്കുന്നത് മാനേജ്മെന്റ് ആണ്. ആ മാനേജ്മെന്റിന്റെ ഒരുമിപ്പിക്കൽ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിലൂടെ നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നത്. സോ മാനേജ്മെന്റ് enables a country to experience a substantial level of economic development. എങ്ങനെ? by bringing together the basic resources, namely men, material, machines, methods, money and market. കൂട്ടുകാരെ, അടുത്തത് നോക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ it is the management that transforms the various resources. അതായത് ഈ പറയുന്ന റിസോഴ്സ് എല്ലാം തന്നെ ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായി അവർക്കൊന്നും തന്നെ ഈ പറയുന്ന സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പറ്റില്ല. അവരെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് നിർത്തി പെർഫോം ചെയ്യിക്കുന്നതിലൂടെയാണ് ഒരു റിസൾട്ട് ഉണ്ടാകുന്നത്. സോ റിസൾട്ട് ഓറിയന്റഡ് ആക്കി ഈ പ്രവർത്തനത്തെ മാറ്റുന്നത്, ഒരു പ്രൊഡക്റ്റീവ് എൻറ്റിറ്റിയായി ഇവരുടെ പ്രവർത്തനത്തെ മാറ്റുന്നത് ആരുടെ പരിശ്രമം മൂലമാണ്? മാനേജ്മെന്റിന്റെ പരിശ്രമം മൂലമാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഉള്ളത് കൊണ്ടാണ്. ദ ഇൻപുട്സ് ഓഫ് ലേബർ, capital and materials do not by themselves ensure growth. So it is the management that coordinates various factors of production. Clear ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്നിവരെ കൃത്യമായി ഏകോപിപ്പിക്കുന്നത് ആരാണ്? ഈ പറയുന്ന നമ്മുടെ മാനേജ്മെന്റ് ആണ്. ഓക്കെ, സോ ഈ സ്ലൈഡ് നമ്മൾ കണ്ടിരിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. മീനിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങൾ, ആധുനിക മാനേജ്മെന്റിന്റെ പിതാവ് പീറ്റർ എഫ് ട്രക്കർ ആണ്. സംശയമില്ലല്ലോ. പീറ്റർ എഫ് ട്രക്കർ മാനേജ്മെന്റിനെ ഒന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. എന്താണ് മാനേജ്മെന്റിനെ കുറിച്ച് പീറ്റർ എഫ് ട്രക്കർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സോ വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് കൂട്ടുകാരെ? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ, ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ, ഇറ്റ് ഈസ് എ ടാസ്ക് ടു ബി ഡൺ. ആൻഡ് മാനേജേഴ്സ് എന്താണ് ചെയ്യുന്നത്? അവർ ഈ ഡിസിപ്ലിൻ ഏറ്റവും നന്നായി പ്രാക്ടീസ് ചെയ്യുന്നു, ഈ ഫങ്ഷൻസ് കൃത്യമായി നിർവഹിക്കുന്നു. ഇപ്രകാരം പറഞ്ഞ വ്യക്തി പീറ്റർ എഫ് ഡ്രക്കർ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് കൂട്ടുകാരെ, ഒരു വ്യക്തിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഓരോ വ്യക്തികൾക്കും ഓരോ ആവശ്യങ്ങളുണ്ട്, അവൻ ഒറ്റയ്ക്ക് അത് സാധിച്ചെടുക്കാൻ പറ്റില്ല. സോ ഹ്യൂമൻ ബീയിങ്സ് ജോയിൻ ടുഗെദർ ഇൻ ദ ഫോം ഓഫ് ഓർഗനൈസേഷൻ, ആൻഡ് ദീസ് ഓർഗനൈസേഷൻ ഹാസ്
ഈസ് പെർഫോമിംഗ് ടു അറ്റൈൻ എ കോമൺ ഒബ്ജക്റ്റീവ്. ഇനി ഈ കോമൺ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുന്നതിന് ഈ പറയുന്ന സ്ഥാപനത്തിലെ വ്യക്തികളെ ഒരുമിപ്പിക്കുന്നതിന്, ഏകോപിപ്പിക്കുന്നതിന് ഒരു മാനേജ്മെന്റ് ആവശ്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. മാനേജ്മെന്റിന്റെ പ്രവർത്തനം മൂലമാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് ഒരു സാമ്പത്തിക പുരോഗതി ഉണ്ടായിത്തീരുന്നത്. ഈ പറയുന്ന മെറ്റീരിയൽ, മണി, റിസോഴ്സസിനെല്ലാം തന്നെ ഒറ്റയ്ക്ക് സാമ്പത്തിക പുരോഗതിക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല, അല്ലെങ്കിൽ സാധിച്ചെടുക്കാൻ പറ്റില്ല. അവരെ എല്ലാവരെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെയാണ് ഈ സാമ്പത്തിക പുരോഗതി എന്ത് ചെയ്യുന്നത്, സംജാതമാകുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് മാനേജ്മെന്റിന്റെ മീനിങ്ങിലേക്ക് നമുക്ക് പോകാം. ഇറ്റ് ഈസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ്, ശ്രദ്ധിച്ചേ, ഇറ്റ് ഈസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് എന്റർപ്രൈസ്. സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് മനുഷ്യ വിഭവവും അതുപോലെ തന്നെ മറ്റു വിഭവങ്ങളും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അത് ഏറ്റവും നന്നായി ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം. സോ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദി അഫയേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. കൂട്ടുകാരെ, ഒരു സ്ഥാപനത്തിന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം, പ്ലാൻ ഉണ്ടായിരിക്കണം. ഇനി ഈ പ്ലാൻ എങ്ങനെയാണ് നടപ്പിൽ വരുത്താൻ പോകുന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇതിനു വേണ്ടി ആരെയൊക്കെ എങ്ങനെയൊക്കെയാണ് നിയമിക്കാൻ പോകുന്നത്, സ്റ്റാഫിങ്ങിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇനി ഇവരെ എങ്ങനെയാണ് ഇവരുടെ പ്രവർത്തനത്തെ ഓർഗനൈസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇവരുടെ പ്രവർത്തനത്തെ എങ്ങനെയാണ് ഏകോപിപ്പിക്കുന്നത്, ഇവരെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ഇതിനെല്ലാത്തിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. സോ മാനേജ്മെന്റ് ഈസ് നത്തിങ് ബട്ട് പെർഫോമിംഗ് ഓൾ ദീസ് ഫങ്ഷൻസ്, namely planning, organizing, directing and controlling the affairs of an organization. കൂട്ടുകാരെ, മാനേജ്മെന്റിനെ പൊതുവെ നൗൺ എന്ന നിലയിലും പ്രോസസ് എന്ന നിലയിലും ഡിസിപ്ലിൻ എന്ന നിലയിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കാണാവുന്നതാണ്. ഇറ്റ് ഈസ് എ നൗൺ. ഒരു നൗൺ എന്ന നിലയിൽ പറയുമ്പോൾ മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് റിഫേഴ്സ് ടു ഇൻഡിവിജ്വൽസ് ഹു പെർഫോം ദി മാനേജറിയൽ ജോബ്. അതായത് നൗൺ എന്ന നിലയിൽ മാനേജ്മെന്റ് എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് ആ ജോബ് പെർഫോം ചെയ്യുന്ന മാനേജേഴ്സിനെയാണ്. ഇനി ഇറ്റ് ഇസ് എ പ്രോസസ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ചെയ്യുന്ന ആ പ്രവൃത്തി, ആ കൺട്രോളിങ്, ആ സ്റ്റാഫിങ്, ആ ഓർഗനൈസിങ്, ലക്ഷ്യത്തെ സാധൂകരിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഏകോപനം തുടങ്ങിയവയാണ്. ഡിസിപ്ലിൻ എന്ന നിലയിൽ ഇറ്റ് ക്യാൻ ബി ടോട്ട്, അല്ലെ? ഒരിടത്ത് അത് പഠിപ്പിക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി ഇത് വർഷങ്ങൾ നീണ്ട പരിശീലനത്തിലൂടെ നമുക്ക് ഇതിന്റെ തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ ആർജിച്ചെടുക്കാൻ പറ്റും. ഇതൊരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്. സോ ഇറ്റ് ഇസ് എ നൗൺ എന്ന നിലയിൽ മാനേജ്മെന്റ് റിഫേഴ്സ് ടു ഇൻഡിവിജ്വൽസ് ഹു പെർഫോം ദീസ് മാനേജറിയൽ ജോബ്. അപ്പോൾ നൗൺ എന്ന നിലയിൽ പ്രധാനമായും ഈ മാനേജേഴ്സിനെയാണ് ഈ മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രോസസ് എന്ന നിലയിൽ ഈ മാനേജ്മെന്റ് പെർഫോം ചെയ്യുന്ന ഫംഗ്ഷനെയാണ് ഉദ്ദേശിക്കുന്നത്. ഡിസിപ്ലിൻ എന്ന നിലയിൽ ഇറ്റ് ക്യാൻ ബി ടോട്ട്, ഇറ്റ് ക്യാൻ ബി റിസർച്ച്, ഇറ്റ് ക്യാൻ ബി റിസർച്ച്ഡ്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി. അടുത്തതിലേക്ക് നമ്മൾ പോകുന്ന കൂട്ടുകാരെ ഡെഫിനിഷനാണ്. കൂട്ടുകാരെ, ട്രഡീഷണലി മാനേജ്മെന്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. അപ്പോൾ എപ്പോഴും എൻ്റെ വായിൽ, ഇപ്പോൾ ഞാൻ കൊമേഴ്സ് പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അന്നും ഇന്നും എനിക്ക് ഓർമ്മ വരുന്ന മാനേജ്മെന്റിനെ കുറിച്ച് ആദ്യം എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഡെഫിനേഷനാണ്. ഇതെന്താണ് മാനേജ്മെന്റ്? ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. അതായത് മറ്റുള്ള വ്യക്തികളെ കൊണ്ട് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തെടുപ്പിക്കുന്ന ആ കഴിവിനെയാണ്, ആ ആർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. കൂട്ടുകാരെ, ഇവിടെ മേരി പാർക്കർ ഫോലറ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് മാനേജ്മെന്റിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. ഇതിനെയാണ് മേരി പാർക്കർ ഫോലറ്റ് മാനേജ്മെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ ആരാണ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് ഈസ് നോൺ ആസ് മാനേജ്മെന്റ് എന്ന് വിശേഷിപ്പിച്ചത്? മേരി പാർക്കർ ഫോലറ്റ് ആണ്. എന്നാൽ കൂൺസ് ആൻഡ് ഓഡോണൽ ഈ പറയുന്ന മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് എ ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ആൻ ഇന്റേണൽ എൻവിറോൺമെന്റ്. ഒരു സ്ഥാപനത്തിനകത്ത് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു അന്തരീക്ഷം, നിലനിർത്തിക്കൊണ്ടുപോകുന്ന അന്തരീക്ഷം. ഈ അന്തരീക്ഷം എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ദ ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ഇൻ ഗ്രൂപ്സ് സോ ദ ക്യാൻ പെർഫോം എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി ടുവേർഡ്സ് ദ അറ്റൈൻമെന്റ് ഓഫ് ഗ്രൂപ്പ് ഗോൾസ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ കൃത്യമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജോലി അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുന്നതും അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതുമാണ് മാനേജ്മെന്റ്. ഈ പ്രവർത്തന സജ്ജമായ, ഈ കർമ്മനിരതമായ ഈ നല്ലൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക്
ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ, ഒരു ടീം എന്ന നിലയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ ഏറ്റവും ഫലപ്രദമായി നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് കൂൺസ് ആൻഡ് ഒഡോണൽ. സോ ഇറ്റ് ഈസ് എ ക്രിയേഷൻ ആൻഡ് എ മെയിൻ്റനൻസ് ഓഫ് ആൻ ഇന്റേണൽ എൻവറോൺമെന്റ്. അപ്പോൾ ഒരു കാരണവശാലും കൂൺസ് ആൻഡ് ഒഡോണൽ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഇറ്റ് ഈസ് എ ക്രിയേഷൻ ആൻഡ് എ മെയിൻ്റനൻസ് ഓഫ് ആൻ ഇന്റേണൽ എൻവറോൺമെന്റ്. അത് നിങ്ങളുടെ മനസ്സിൽ നിന്നും വിട്ടുപോകരുത്. ഓക്കെ, ഇറ്റ് ഈസ് എ ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ എൻവറോൺമെന്റ്. ഒരു സ്ഥാപനത്തിനകത്ത് കൃത്യമായി ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുന്നതാണ് മാനേജ്മെന്റ് എന്ന് അഭിപ്രായപ്പെട്ടത് കൂൺസ് ആൻഡ് ഒഡോണൽ. ഇനി പീറ്റർ എഫ് ഡ്രക്കറുടെ മറ്റൊരു ഡെഫിനേഷനിലേക്ക് പോകാം. മാനേജ്മെന്റ് ഈസ് എ മൾട്ടി പർപ്പസ് ഓർഗൻ ദാറ്റ് മാനേജസ് എ ബിസിനസ്, ദാറ്റ് മാനേജസ് മാനേജേഴ്സ്, ദാറ്റ് മാനേജസ് വർക്കർ ആൻഡ് വർക്ക്. അപ്പോൾ ഒരു ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്നു, മാനേജർമാരെ മാനേജ് ചെയ്യുന്നു, ജോലിയെയും ജോലിക്കാരെയും മാനേജ് ചെയ്യുന്നു. ഈ ഒരു ആകത്തുകയെ, സം ടോട്ടൽ ഓഫ് ദിസ് പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മാനേജ്മെന്റ് എന്ന് പീറ്റർ എഫ് ഡ്രക്കർ മറ്റൊരു ഡെഫിനിഷൻ എന്ത് ചെയ്യുന്നു, തന്നിരിക്കുന്നു. ഇറ്റ് ഈസ് എ മൾട്ടി പർപ്പസ് ഓർഗൻ ദാറ്റ് മാനേജസ് എ ബിസിനസ് ആൻഡ് മാനേജസ് മാനേജേഴ്സ് ആൻഡ് മാനേജസ് വർക്കർ ആൻഡ് വർക്ക്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നല്ല വ്യക്തമായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡെഫിനിഷൻസും മീനിങ്ങുമാണ് കണ്ടത് കൂട്ടുകാരെ. മീനിങ് എന്താണ് നമ്മൾ കണ്ടത്? ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്. എന്തിനു വേണ്ടി? ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി, അല്ലെ? പിന്നെ നമ്മൾ എന്താണ് കണ്ടത്? ഈ പറഞ്ഞതുപോലെ എന്താണ് നമ്മൾ കണ്ടത്? വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി. എന്താണ് പിന്നെ നമ്മൾ കണ്ടത്? ഇറ്റ് ഈസ് ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് ഫങ്ഷൻസ്: പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ് ദ അഫയേഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഇനി മാനേജ്മെന്റിനെ നമുക്ക് നൗൺ എന്ന നിലയിൽ വേണേ അങ്ങനെ കാണാം, ഒരു പ്രോസസ് എന്ന നിലയിൽ അങ്ങനെ കാണാം, ഡിസിപ്ലിൻ എന്ന നിലയിൽ അങ്ങനെ കാണാം. നൗൺ എന്ന നിലയിൽ കാണുമ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ നിർവഹിക്കുന്ന മാനേജർമാരെയാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. പ്രോസസ് എന്ന നിലയിൽ ഇറ്റ് ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് ഫങ്ഷൻസ്. ഡിസിപ്ലിൻ എന്ന നിലയിൽ ഇറ്റ് ക്യാൻ ബി ടോട്ട്, റിസർച്ച്ഡ് ആൻഡ് പ്രാക്ടീസ്ഡ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി. ഓക്കെ, അടുത്തലേക്ക് പോകുന്ന ഡെഫിനിഷൻ മേരി പാക്കർ ഫോർലറ്റ് ആണ്. ഇറ്റ് ഇസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ടു അതേഴ്സ് എന്ന് അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഒരു സ്ഥാപനത്തിനകത്ത് കൃത്യമായ ഒരു ജോലി അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് മാനേജ്മെന്റ്. സോ ദാറ്റ് ആ അന്തരീക്ഷം വർക്കേഴ്സിനെ ഒരു ടീം എന്ന നിലയിൽ ഒരുമിച്ച് കൊണ്ടുവരികയും ആ അന്തരീക്ഷം വർക്കേഴ്സിനെ കൊണ്ട് സ്ഥാപനങ്ങളുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ബന്ധപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് കൂൺസ് ആൻഡ് ഒഡോണൽ. വീണ്ടും പീറ്റർ എഫ് ഡ്രക്കറിന്റെ മറ്റൊരു ഡെഫിനിഷൻ: ഇറ്റ് ഈസ് എ മൾട്ടി പർപ്പസ് ഓർഗൻ ദാറ്റ് മാനേജസ് എ ബിസിനസ്, ദാറ്റ് മാനേജസ് മാനേജേഴ്സ് ആൻഡ് മാനേജസ് വർക്കർ ആൻഡ് വർക്ക്. ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീച്ചേഴ്സിലേക്ക് പോകുന്നു. ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രേറ്റഡ് പ്രോസസ്. ഇതിന്റെ സവിശേഷതകളിലേക്ക് നമ്മൾ പോകുന്നു. ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രേറ്റഡ് പ്രോസസ്. കൂട്ടുകാരെ, ഇന്റഗ്രേറ്റഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ ചേരുന്നതാണ് എന്ത് മാനേജ്മെന്റ്. അങ്ങനെ തലത്തിൽ അങ്ങനെ കാണാം, അല്ലെങ്കിൽ പല കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ട് പോകുന്നതാണ് മാനേജ്മെന്റ്, അങ്ങനെ കാണാം. പല കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നതാണ് മാനേജ്മെന്റ്, അങ്ങനെ കാണാം. പല കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് മാനേജ്മെന്റ്, പല കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് മാനേജ്മെന്റ്, പല കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നതാണ് മാനേജ്മെന്റ്. ഇറ്റ് ഇൻവോൾവ്സ് ഹാർമണൈസിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വാക്കാണ്. ഇറ്റ് ഈസ് എൻ ഇന്റഗ്രേറ്റഡ് പ്രോസസ്. വൈ? ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് ഹാർമണൈസിങ് ഹ്യൂമൻ ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ്. എന്തിനു വേണ്ടി? ടുവേർഡ്സ് ദ അറ്റൈൻമെന്റ് ഓഫ് കോമൺ ഒബ്ജക്റ്റീവ്സ്. ദ എസൻസ് ഓഫ് മാനേജ്മെന്റ് ലൈസ് ഇൻ ദി കോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ എഫേർട്സ്. കൂട്ടുകാരെ, മെസ്സിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അർജന്റീനയിലെ ലാമിൻ യമാൽ, അല്ലെ, സോറി, അർജന്റീനയിലെ സ്പെയിൻ്റെ ലാമിൻ യമാൽ. അപ്പോൾ ലാമിൻ യമാലിനെ വിടാം. അപ്പോൾ അർജന്റീനയിലേക്ക് തന്നെ വന്നാൽ മെസ്സി, മറ്റോരോ കളിക്കാരും ഇൻഡിവിജ്വലായി അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നു. പക്ഷേ അവർ ഒറ്റയ്ക്കല്ല അത് ചെയ്യുന്നത്, ഒരു ടീം എന്ന നിലയിലാണ്. ഈ ടീം എന്ന നിലയിലാണ് അവർ തങ്ങളുടെ ജോലി നിർവഹിക്കേണ്ടത് എന്ന ഉത്തരവാദിത്വം അവൾ മറന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മുന്നോട്ട് നേടിയെടുക്കാൻ പറ്റില്ല. ഒരു മിഡ്ഫീൽഡർ വിചാരിക്കുകയാണ് എനിക്ക് ഒറ്റയ്ക്ക് തട്ടിക്കൊണ്ടുപോയി ഗോൾ അടിക്കണം. കൂട്ടുകാരെ, നടക്കുന്ന കാര്യമല്ല. മിഡ്ഫീൽഡർ വിങ്ങുകളിലൂടെ എന്ത് ചെയ്യണം? പാസ് കൊടുത്ത് വിങ്ങറിന് ഒരു പക്ഷേ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 2 ഡിഫൻഡേഴ്സിനെ വെട്ടി ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ഫോർവേഡിന് പാസ് കൊടുക്കാൻ പറ്റും. ഫോർവേഡിൻ്റെ അടുത്ത് ചിലപ്പോൾ ഒരു ഡിഫൻഡറെ കാണുള്ളൂ. ആ ഫോർവേഡ് കളിക്കാരനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആ ഡിഫൻഡറിനെ മറികടന്ന് ഗോളിയെ മറികടന്ന് ഗോൾ നേടാൻ പറ്റും. നേരെ മറിച്ച് ഡിഫൻസിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മിഡ്ഫീൽഡിൽ നിൽക്കുന്നത് ഞാൻ തന്നെ വിചാരിക്കുകയാണ് എനിക്ക് ഒറ്റയ്ക്ക് തട്ടി ഈ ഡിഫൻഡേഴ്സിനെല്ലാം മറികടന്ന് പോകണം. ചെയ്യാൻ പറ്റും. പക്ഷേ
കുറെ കൂടെ എളുപ്പം എന്ന് പറയുന്നത്, കുറെ കൂടെ സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കുന്നത്, എപ്പോഴും നിലനിൽക്കുന്നത് എന്ന് പറയാൻ സാധിക്കുന്നതൊക്കെ പാസ് കൊടുത്ത് ഒരു ടീം എന്ന നിലയിൽ ഒരുമിച്ച് മുന്നേറുമ്പോൾ ഉണ്ടാകുന്നതാണ്. പെട്ടെന്ന് ഗോൾ അടിക്കാനും ലക്ഷ്യം നേടാനും വിജയിക്കാനും സാധിക്കുന്നു. സോ ഇറ്റ് ഇസ് an integrated process. It involves harmonizing of human and physical resources towards attainment of common objectives. The essence of management lies in the coordination of individual efforts. Clear ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് മാനേജ്മെന്റ് ഇസ് ഗോൾ ഓറിയന്റഡ്. ഒരു ലക്ഷ്യമില്ലെങ്കിൽ മാനേജ്മെന്റ് ഇല്ല. ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുന്ന ഒന്നിനെ നമുക്ക് മാനേജ്മെന്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. Management is goal oriented. It is working towards attaining objectives. Objectives ഇല്ലാതെ മാനേജ്മെന്റ് ഇല്ല. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വിത്തൗട്ട് ഒബ്ജക്റ്റീവ് ദർ ഇസ് നോ മാനേജ്മെന്റ്. അത് ഒരാള് ഗോള് വെറുതെ തട്ടി കൊണ്ട് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓൾ ആക്ടിവിറ്റീസ് ഓഫ് മാനേജ്മെന്റ് ആർ ഗോൾ ഓറിയന്റഡ്. ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വർക്കേഴ്സിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദ സക്സസ് ഓഫ് management is measured by the extent to which the desired objectives are attained. ഈ മാനേജ്മെന്റിന്റെ സക്സസ് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ലക്ഷ്യങ്ങൾ നമുക്ക് എത്രത്തോളം നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. In the absence of objectives, management has no justification to exist. Without objective, there is no scope for management. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ഈ പറഞ്ഞതുപോലെ എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ്? സമയബന്ധിതമായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ രാവിലെ എഴുന്നേറ്റേ മതിയാവും. അതിന് എൻ്റെ കാര്യങ്ങൾ എനിക്ക് കൃത്യമായി മാനേജ് ചെയ്ത് എനിക്ക് ഇറങ്ങേണ്ടി വരും. വിത്തൗട്ട് ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ് ദർ ഇസ് നോ സ്കോപ്പ് ഫോർ മാനേജ്മെന്റ്. ഓക്കെ, ഇറ്റ് ഇസ് എ സോഷ്യൽ പ്രോസസ്. കൂട്ടുകാരെ, പല സ്വഭാവത്തിലുള്ള വ്യക്തികളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് മാനേജ്മെന്റ്. സമൂഹത്തിലെ നാനാ തുറകളിലും തലങ്ങളിലും സ്വഭാവങ്ങളിലും വൈകല്യങ്ങളും ഒക്കെയുള്ള മനുഷ്യരെ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് മാനേജ്മെന്റ്. സോ പല വികാരങ്ങളെയും പല സാഹചര്യങ്ങളെയും പല പ്രതികൂലങ്ങളെയും നേരിടുന്നതാണ് മാനേജ്മെന്റ്. സോ ഇറ്റ് ഇസ് എ സോഷ്യൽ പ്രോസസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ others. It involves dealing with individuals at different levels of sensitivity and understanding. Okay, it is a social process. അതും നമ്മൾ എന്ത് ചെയ്തു? കണ്ടു കഴിഞ്ഞു. ഇറ്റ് ഈസ് സിറ്റുവേഷണൽ. കൂട്ടുകാരെ, ഓരോ സിറ്റുവേഷനിലും നമ്മുടെ അറിവ് അവിടെ പ്രായോഗിക തലത്തിൽ എത്തിക്കേണ്ടത് വ്യത്യസ്ത രീതിയിലാണ്, അല്ലേ? ഇപ്പോൾ ബ്രേക്ക് ചവിട്ടണം, പക്ഷെ ഓരോ സ്ഥലങ്ങളിലും ബ്രേക്ക് ചവിട്ടേണ്ടത് ഓരോ രീതിയിലാണ്. ഇറ്റ് ഈസ് സിറ്റുവേഷണൽ. അല്ലെ, എല്ലാ സിറ്റുവേഷനിലും ഞാൻ സഡൻ ബ്രേക്ക് ചവിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടവൻ നമ്മുടെ വണ്ടിയുടെ പിറകിലോ അല്ലെങ്കിൽ നമ്മൾ വേറൊരുത്തൻ്റെ നെഞ്ചിലോ കയറിയിരിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് സിറ്റുവേഷണൽ. യു കനോട്ട് പെർഫോം ഓൾ ദീസ് ആക്ടിവിറ്റീസ് അറ്റ് ദ സെയിം ലെവൽ ഇൻ ഓൾ ദി സിറ്റുവേഷൻസ്. ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളുടെ കോർഡിനേഷനിൽ, നമ്മുടെ പ്ലാനിങ്ങിൽ, നമ്മുടെ ഓർഗനൈസിങ്ങിൽ, നമ്മുടെ സ്റ്റാഫിങ്ങിൽ ഒക്കെ എന്ത് വരുത്തേണ്ടി വരും? അയവ് വരുത്തേണ്ടി വരും. ചിലപ്പോൾ കടുപ്പിക്കേണ്ടി വരും, ചിലപ്പോൾ അത് വ്യത്യാസപ്പെടുത്തേണ്ടി വരും. ഇറ്റ് ഇസ് ദി ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ടു റിയാലിറ്റീസ് ഇൻ ഓർഡർ ടു അറ്റൈൻ ഡിസൈർഡ് റിസൾട്ട്സ്. ഇന്നലത്തെ ഒരു റിയാലിറ്റി അല്ല ഇന്നത്തെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ രാവിലത്തെ 10 മണിക്ക് റിയാലിറ്റി അല്ല ഉച്ചത്തെ റിയാലിറ്റി. സത്യം എന്ന് പറയുന്നത് അതിൻ്റെ സാഹചര്യം എന്ത് യാഥാസ്ഥിതിക എന്ന് പറയുന്നത്. ഓരോ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി എന്ത് ചെയ്യണം? നമ്മുടെ ഈ അറിവ് പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കണം. മാനേജ്മെന്റ് കൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആർ റിലേറ്റീവ്ലി ഡിപ്പെൻഡബിൾ ഗൈഡ്സ് ഫോർ ദിസ് ബിഹേവിയർ ഓവർ എ ഫെയർലി വൈഡ് റേഞ്ച് ഓഫ് സിറ്റുവേഷൻസ്. കൂട്ടുകാരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇറ്റ് ക്യാൻ ബി ടോട്ട് എന്ന്. അപ്പോൾ വർഷങ്ങൾ നീണ്ട ഒരു പരിശീലനത്തിലൂടെ നമുക്കൊരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി ആപ്ലിക്കബിൾ ഇൻ എ സീരീസ് ഓഫ് സിറ്റുവേഷൻസ്. ബട്ട് ദാറ്റ് ടു അപ്ലൈ ചെയ്യുന്നതിന് വി ഹാവ് ടു യൂസ് അവർ ജൂറിസ്ട്രിക്ഷൻ. നമ്മുടെ മനസ്സിന്റെ ആ ഒരു ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദേ ഹാവ് ടു ബി അപ്ലൈഡ് വിത്ത് ജഡ്ജ്മെന്റ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഇറ്റ് ഈസ് എ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ടു റിയാലിറ്റീസ് ഇൻ ഓർഡർ ടു അറ്റൈൻ ഡിസൈർഡ് റിസൾട്ട്സ്. ദ കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആർ റിലേറ്റീവ്ലി ഡിപ്പെൻഡബിൾ ഗൈഡ്സ് ഫോർ എ ബിഹേവിയർ ഓവർ എ ഫെയർലി റേഞ്ച് of situations, but
they have to be applied with judgment. Clear ആണെന്ന് വിശ്വസിക്കുന്നു. It is a distinct activity. It involves a series of functions like planning, organizing, staffing, directing, controlling, etc. People who perform such activities are termed as managers. In addition, management is a distinct activity that can be studied, experimented, practiced. So എന്തുകൊണ്ടാണ് അതിനെ ഡിസ്റ്റിങ്ക്ട് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്? ഇത് പെർഫോം ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. പെർഫോം ചെയ്യുന്നവരെ നമ്മൾ വിളിക്കുന്ന പേര് മാനേജേഴ്സ് എന്നാണ്. മാത്രമല്ല ഇത് പഠിപ്പിക്കാനും പഠിക്കാനും റിസർച്ച് ചെയ്യാനും എക്സ്പെരിമെന്റ് ചെയ്യാനും പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ഒരു ബ്രാഞ്ചാണ്. അതുകൊണ്ടാണ് ഇതിനെ ഡിസ്ട്രിക്ട് ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. കൂട്ടുകാരെ, ഒരു മേൽനോട്ടം ഉണ്ട് എന്നുള്ള പ്രതീതി ഉടനീളം ജനിപ്പിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ മേൽനോട്ടമുണ്ട്, പിന്നീട് മുഴുവൻ ആ സ്ഥാപനത്തിൽ നിലനിൽക്കുന്നത് മേൽനോട്ട കുറവാണെന്നുണ്ടെങ്കിൽ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന വർക്കേഴ്സിനും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി മുന്നേറാനായിട്ട് അവർക്ക് തന്നെ ഒരു ഇന്ധനക്കുറവുണ്ടാവും. നേരെ മറിച്ച് എന്നെ നോക്കാൻ, എൻ്റെ കാര്യങ്ങൾ കൃത്യമായി ഇത് മോണിറ്റേർഡ് ചെയ്യുന്നുണ്ട് എന്ന് ഒരു തോന്നലുണ്ടെങ്കിൽ that will enhance my performance, right? See, കുറച്ചും കൂടെ എനിക്ക് മൈ പെർഫോമൻസ്, എൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം ആരോ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് മോണിറ്റേർഡ്. ഇത് ആരോ വാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കൃത്യമായി ഈ ആൾ ഇന്ന സമയത്ത് വന്ന് ഇത് ചെക്ക് ചെയ്യും. See, that will enhance my performance. എനിക്ക് അവിടെ ഉഴപ്പാനായിട്ടൊരു സാഹചര്യമില്ല. സോ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇറ്റ് ഇസ് സിറ്റുവേഷണൽ, ഇറ്റ് ഇസ് ഓൾസോ എ കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെന്റ് ഇസ് എ ക്രിയേറ്റർ റാദർ ദാൻ ദ ക്രിയേഷൻ ഓഫ് ദി ഇക്കോണമി. മനസ്സിലായില്ലേ? ഇത് ഒരു ഉൽപ്പന്നമല്ല മാനേജ്മെന്റ്. ഉൽപ്പന്നത്തെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നടപടിക്രമമാണ് മാനേജ്മെന്റ്. ഇറ്റ് ഇസ് എ ഡൈനാമിക് ആൻഡ് ഗ്രോത്ത് ഓറിയന്റഡ് ഫംഗ്ഷൻ. പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ്, മെത്തേഡ്സ് ആൻഡ് സ്കിൽസ് ഓഫ് മാനേജ്മെന്റ് ആർ ചേഞ്ചിങ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് ഇറ്റ് ഇസ് മൾട്ടി ഡിസിപ്ലിനറി. കൂടാതെ വ്യത്യസ്ത തലത്തിലുള്ള അറിവുകൾ ഒരു മാനേജർ എന്ന നിലയിൽ എനിക്ക് ആവശ്യമാണ്. ചേഞ്ചസ് ആൻഡ് ചലഞ്ചസ് ആർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയും. മാറ്റങ്ങളും വെല്ലുവിളികളും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? അവസരങ്ങളാണെന്നാണ് പറയുന്നത്. മാറ്റങ്ങളും വെല്ലുവിളികളും അവസരങ്ങളാക്കി മാറ്റണമെങ്കിൽ ആ മാറ്റത്തെക്കുറിച്ച്, വെല്ലുവിളിയെക്കുറിച്ച്, ആ മേഖലയെക്കുറിച്ച് വ്യക്തമായ ധാരണ എനിക്കുണ്ടായിരിക്കണം, വ്യക്തമായ അറിവ് എനിക്കുണ്ടായിരിക്കണം. ഞാനൊരു കൊമേഴ്സുകാരനാണ്, ഞാൻ ഇപ്പോൾ റിപ്പോ റേറ്റ് RBI വ്യത്യാസപ്പെടുത്തിയത് ഞാൻ പഠിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റിപ്പോ റേറ്റ് എൻ്റെ ബിസിനസ്സിൽ ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. റിപ്പോ റേറ്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ബാങ്ക് നൽകുന്ന പലിശ നിരക്കിൽ മാറ്റം വരും. സോ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ എനിക്ക് ലോൺ എടുക്കുന്നതിൽ അത് ബാധിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് എനിക്ക് ഉണ്ടായിരിക്കണം. ഇറ്റ് ഇസ് മൾട്ടി ഡിസിപ്ലിനറി. മറ്റു മേഖലകളിൽ നിന്നുള്ള അറിവുകളും ഇവിടെ ഇൻകൾക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രാക്ടീസിൽ വരുത്തുന്നുണ്ട്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അറിവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു ഗുഡ് മാനേജർ ആവാൻ പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഈ മാറ്റങ്ങളെയും വെല്ലുവിളികളെയും അവസരങ്ങളാക്കി ബിസിനസ്സിൽ മാറ്റാൻ പറ്റുകയുള്ളൂ, മുതൽക്കൂട്ടാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വൈഡ് റേഞ്ച്. മാനേജ്മെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വൈഡ് knowledge derived from several disciplines like engineering, sociology, psychology, economics, mathematics, etc. Clear ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വൺ, മാനേജ്മെന്റ് ഇസ് എ സയൻസ് ആൻഡ് ആൻ ആർട്ട്. കൂട്ടുകാരെ, സയൻസ് എന്ന നിലയിൽ നമ്മളത് വിശദീകരിച്ച് പഠിക്കുന്നതാണ്. ഇറ്റ് ഇസ് എ തിയററ്റിക്കൽ നോളേജ്. ഇറ്റ് ക്യാൻ ബി ഒരു പരിധി വരെ അതിനൊരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വർഷങ്ങൾ നീണ്ട പരിശീലനത്തിലൂടെ നമ്മൾ നേടിയെടുത്ത പ്രിൻസിപ്പിൾസും തിയറീസും ഒരു സെറ്റ് ഓഫ് സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്ന. മാത്രമല്ല കോസ് ആൻഡ് എഫക്ട്, കാരണവും ഒരു പ്രശ്നവും അതിൻ്റെ കാരണവും ഒക്കെ മാനേജ്മെന്റിലും അതിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ സയൻസ് എന്ന് വിളിക്കുന്നത്. കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു പരിധി വരെ യൂണിവേഴ്സാലിറ്റി ഉണ്ട്, അല്ലേ? ഇത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്, പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ സയൻസ് എന്ന് വിളിക്കുന്നത്. ആർട്ട് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇറ്റ് ഇസ് സിറ്റുവേഷണൽ, ഇറ്റ് ഇൻവോൾവ്സ് പേഴ്സണൽ ജഡ്ജ്മെന്റ്. നമ്മൾ പഠിക്കുന്ന കാര്യമാണെങ്കിലും അറിയുന്നൊരു കാര്യമാണെങ്കിലും അത് പ്രായോഗിക തലത്തിൽ നടപ്പിൽ വരുത്തുമ്പോൾ എൻ്റെതായ ഒരു കോൺട്രിബ്യൂഷൻ അതിൽ വരുത്തുന്നുണ്ട്. ചായ ഇങ്ങനെയാണ് അടിക്കുന്നത്, പക്ഷെ ചായ ഒരു വ്യക്തി ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ അടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഇങ്ങനെ അടിച്ചിട്ട് തലതിരിഞ്ഞ് ഇങ്ങനെ ചായ അടിക്കുന്ന സമയത്ത് നമ്മളത് നോക്കി നിൽക്കും, അല്ലേ? അപ്പോൾ അയാൾ പഠിച്ചൊരു കാര്യം, അറിവ്, അത് പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി അയാൾ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. ആ രീതിയാണ് നമ്മൾ കലയെന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു, അല്ലേ? ചായ ഇങ്ങനെ അടിച്ചാൽ മതി. ചായ ഇങ്ങനെ അടിച്ചിട്ട് തിരിച്ചത് ഇങ്ങനെ അടിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് നമ്മളിരിക്കും. അത് അയാൾ അത് എൻജോയ് ചെയ്ത് ആസ്വദിച്ച്, he loves what he is doing. He enjoys what he is doing, അല്ലേ?
he is excelling in what he is doing. So we will enjoy that performance. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ അങ്ങനെ ഒരു പെർഫോമൻസിനെയാണ് നമ്മൾ കലയെന്ന് വിളിക്കുന്നത്. അത് പാചകമാകാം, പാട്ട് പാടുന്നതാകാം, അത് എന്തു തന്നെ ആയാലും മാനേജ്മെന്റ് ഇസ് ഓൾസോ എൻ ആർട്ട്. കാരണം ഇറ്റ് ഇൻവോൾവ്സ് ദിസ് സ്കിൽ. ക്ലിയർ? അത് നമുക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ. കൂട്ടുകാരെ, ഈ ഒരു മേൽനോട്ടം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയ നമുക്ക് കണ്ണുകൊണ്ട് എപ്പോഴും കാണാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു 100 പേര് 200 പേര് എന്ത് ചെയ്യുന്നു, ഇരുന്ന് പരീക്ഷ എഴുതുകയാണ്. അവർ പെൻ ഡ്രോപ്പ് സൈലൻസിൽ നിന്ന് പരീക്ഷ എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് മാനേജ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ, ദീസ് പേഴ്സൺസ് നോസ് ദർ ഇസ് CCTV ക്യാമറ ദെയർ ആൻഡ് വൺ ഹൂ ഈസ് വാച്ചിങ് ദാറ്റ് CCTV ക്യാമറ വിൽ കം ടു യു ആൻഡ് വിൽ സ്കോൾഡ് യു. എന്തെങ്കിലും പ്രശ്നം കാണിച്ചാൽ നിങ്ങൾ വഴക്ക് പറയുന്ന അവർക്ക് ഉറപ്പുണ്ട്. ഈ ഒരു പ്രതീതി ഉള്ളത് കൊണ്ട് തന്നെ അവർ കൃത്യം എന്ത് ചെയ്യുന്നു, പരീക്ഷ എഴുതുന്നു. സോ ഈവൻ തോ ആ ഇൻവിജിലേറ്റർ അവിടെ ഇല്ലെങ്കിലും ആ പ്രതീതി, ആ മേൽനോട്ടത്തിന്റെ പ്രതീതി അതവിടെ ഉണ്ട്. You cannot see that management process with your naked eyes, but you can feel that presence. അതുകൊണ്ടാണ് intangible എന്ന് വിളിക്കുന്നത്. It is abstract and cannot be seen with the eyes. It cannot be seen, but its presence can be felt everywhere in the form of results. Clear ആണെന്ന് വിശ്വസിക്കുന്നു. So we are moving towards the next part. So before that, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ അവസാനം പറഞ്ഞ ഫീച്ചേഴ്സ് ഒന്ന് വേഗത്തിൽ പറയുന്നു. ഇറ്റ് ഇസ് എൻ ഇൻ്റഗ്രേറ്റഡ് പ്രോസസ്. ഏകോപിപ്പിക്കലുണ്ട്, ഒരുമിപ്പിക്കലുണ്ട്, വ്യത്യസ്ത തലത്തിലുള്ള കാര്യങ്ങൾ ഒരുമിച്ചൊരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഒരുമിച്ചെടുക്കുന്ന പ്രക്രിയയുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് എന്താണ്, ഇറ്റ് ഇസ് ഗോൾ ഓറിയന്റഡ്. വിത്തൗട്ട് ഗോൾസ്, വിത്തൗട്ട് ഒബ്ജക്റ്റീവ്സ്, ദർ ഇസ് നോ സ്കോപ്പ് ഫോർ മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ സക്സസ് എന്ന് പറയുന്നത് എത്രത്തോളം ഈ ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇറ്റ് ഇസ് എ സോഷ്യൽ പ്രോസസ്. വ്യത്യസ്ത തുറകളിലുള്ള തലങ്ങളിലുള്ള മനുഷ്യരെ ഒരുമിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതാണ്. സോ അവന്റെ അഭിരുചികൾ വ്യത്യസ്തമാണ്, അവന്റെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. അവനെ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ഇതൊരു സോഷ്യൽ പ്രോസസ്സാണ്. കാരണം ഹ്യൂമൻ ബീങ്സ് ആർ സോഷ്യൽ ബീങ്സ്, അല്ലേ? അപ്പൊ അവരെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സോഷ്യൽ പ്രോസസ്. ഇറ്റ് ഇസ് സിറ്റുവേഷണൽ. ഇറ്റ് വേരീസ് ഫ്രം സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ. Yesterday's reality is not today's reality. Yesterday's reality is something different from today's reality. And today's reality will be something different from tomorrow's reality. അപ്പോൾ ഒരേ തലത്തിൽ ഒരേ എക്സ്റ്റെൻഡിൽ നമുക്ക് ഈ തിയറീസും പ്രിൻസിപ്പിൾസും ഇന്നലെയും ഇന്നും നാളെയും നമുക്ക് നടപ്പിൽ വരുത്താൻ പറ്റില്ല. സോ ഇറ്റ് ഇസ് സിറ്റുവേഷണൽ. ഇറ്റ് ഇൻവോൾവ്സ് പേഴ്സണൽ ജഡ്ജ്മെന്റ്, അല്ലേ? അവൻ്റെ ഇൻറ്റ്യൂഷൻ, അവൻ്റെ ഇതെല്ലാം കൂർമ്മ ബുദ്ധി, അതെല്ലാം അവിടെ പ്രാബല്യത്തിൽ എത്തിക്കേണ്ടി വരും. ഇറ്റ് ഇസ് എ ഡിസ്റ്റിങ്ക്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് and it is multidisciplinary. It is a science and as an art, and it is intangible. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിച്ചത്. നിങ്ങൾക്ക് വ്യക്തമാണ്? അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഉടനീളം നമ്മൾ കണ്ടത് ആദ്യം മാനേജ്മെന്റ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻസ് എന്താണ്, മീനിങ് എന്താണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. കൂട്ടുകാരെ, അടുത്ത പാർട്ടിലേക്ക് പോകുന്നു. നമുക്ക് നന്ദി.